നമസ്കാരം. കാസർഗോഡ് ഉന്നത്തടുക്കയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദേവികയാണ് ജീവനൊടുക്കിയത്. ദേവികയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. കിടപ്പുമുറിയിൽ സാരിയിൽ തൂങ്ങിയ നിലയിലായിരുന്നു ദേവികയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തിനാണ് ദേവിക ജീവനൊടുക്കിയതെന്ന് കുടുംബത്തിനും അറിയില്ല. ബന്തെടുക്ക ഗ്രാമീണ ബാങ്കിന് സമീപം തട്ടുകട നടത്തുന്ന സവിതയുടെ മകളാണ് ദേവിക. ദേവികയുടെ അച്ഛൻ സതീഷ് 6 വർഷം മുൻപ് ജീവനൊടുക്കിയിരുന്നു. അതും തൂങ്ങി മരിച്ചു തന്നെയായിരുന്നു. അതിനാൽ തന്നെ ദേവികയുടെ മരണം കുടുംബത്തെ പോലെ നാട്ടുകാർക്കും വലിയ നടുക്കമായി മാറി. സതീഷിന്റെ മരണത്തെ തുടർന്ന് ദേവികയും അമ്മ സവിതയും സഹോദരൻ കണ്ണനും വല്യമ്മയുടെ ഉന്തത്തടുക്കയിലെ വീട്ടിലായിരുന്നു താമസം. ഇതിനിടെ സവിത കുണ്ടംകുഴി സ്വദേശിയായ മറ്റൊരാളെ വിവാഹം ചെയ്തിരുന്നു. ബന്തെടുക്ക ഗ്രാമീണ ബാങ്കിന് സമീപം തട്ടുകട നടത്തുകയാണ് സവിത. ഇന്ന് രാവിലെ സഹോദരൻ കണ്ണനാണ് ദേവികയെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസും നാട്ടുകാരും എത്തി മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ദേവിക അപസ്മാരത്തിന് സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്നുവെന്നാണ് വിവരം. അസുഖം മൂലം വളരെ ബുദ്ധിമുട്ടിയിരുന്നുവെന്നും വിവരമുണ്ട്. ബാലസംഘം ബന്തെടുക്ക വില്ലേജ് പ്രസിഡന്റായിരുന്ന ദേവിക സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായിരുന്നു.